ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ജസ്റ്റ് കറങ്ങിയ വീഡിയോ ആണ്. സൺഡേ ആയപ്പോൾ ഞങ്ങളിന്ന് വെറുതെ വീട്ടിലിരിക്കല്ലേ, നമുക്കൊന്ന് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിത് ഇറങ്ങി. ഒരു നിമിഷ നേരം കൊണ്ട് ആൾ മൂട് പറയും. ഞങ്ങൾ കൂട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയത്തൊരു നമുക്കൊരു ജസ്റ്റ് ഒരു റീൽസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കൂട്ടെടുത്തിട്ടുണ്ടായിരുന്നു, അവൾ കൂട്ടെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല കരച്ചിലായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അത് പറഞ്ഞപ്പോൾ ഓർത്ത് എവിടെ പോകണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ പോണത് കുട്ടേട്ടമ്പാടത്തേക്കാണ്. ഇപ്പം നമ്മൾ ഒരു വൈറലായ സ്പോട്ടാണ് കുട്ടേട്ടമ്പാടം. പാടം വൈബ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മളവിടുന്ന് കുറച്ചുള്ളൂ, ഒരു 2-3-5 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ നമുക്ക് കുട്ടേട്ടമ്പാടത്തേക്ക്. നല്ല വ്യൂ ഒക്കെ കണ്ട് നമുക്ക് കുറച്ചൊരു ചായ ഒക്കെ കുടിച്ച് കഥ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കുട്ടേട്ടമ്പാടം. നമ്മളിവിടെ ഏകദേശം എത്താറായി. നമ്മളിതാ അവിടേക്ക് എത്തി എൻ്റർ ചെയ്ത് നമ്മൾ അവിടെ നിന്നെടുത്ത ചെറിയൊരു വ്യൂ ആണിത്. ഇനി അവിടെ നിന്ന് ആൾക്കാർക്ക് പാർക്കാണെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ പാർക്കല്ല എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ എക്സസൈസ് ചെയ്യുമ്പോഴായി അവരെ കളി. രണ്ടാൾ നല്ല ഹാപ്പിയാണ്, നല്ല ഹാപ്പി മൂഡിലാണ്. ഒന്ന് കഴിയുക അടുത്ത നമുക്ക് എത്രയും പെട്ടെന്ന് എത്തുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അതേ കണ്ടിട്ടാണ് അവളിരുന്ന് ചിരിക്കണത്. ഇനി അത് കഴിഞ്ഞ് ഇനി അടുത്ത നമുക്കായി. ഇനിയിപ്പോൾ ഇതിമ്മലാണ് അവരുടെ രണ്ടാളെ കളി. ഒരാൾക്ക് കുഴപ്പമില്ലാണ്ട് സെറ്റാവുന്നുണ്ട്, പക്ഷെ ഐശുവിന് അത് സെറ്റായിട്ട് വരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാണ്ട് പോക്കാൻ. അപ്പോൾ അതിൻ്റെ ചക്കരത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അവിടുത്തെ വ്യൂ, നമ്മളവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് വന്നിട്ട് അവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ അവിടെ ചെറിയ റീൽസ് പരിപാടി നടക്കുന്നുണ്ട്, അതിൻ്റെതാണ് ആ കാണുന്നത്. സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് റീൽസൊക്കെ ചെയ്യുന്നത്. ഇത് ഓണത്തിനിടെ പുട്ടേച്ചറിന് പോലെ ഞാനൊന്ന് നടന്നതാണ്. ഇതാ റീൽസ് കണ്ട, റീൽസ് ഷൂട്ട് പകുതി ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് അവർ കളിക്കുന്നുണ്ട്. റീൽസ് നല്ല ഭംഗിയിൽ സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല റീൽസൊക്കെ കളിക്കുന്നുണ്ട്. ഇനി തിന്നേയും കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ തിന്നാൻ ഇറങ്ങി. പക്ഷെ അടിപൊളി മാങ്ങയായിരുന്നു, പറയാണ്ടിരിക്കാൻ. ചോളം അങ്ങനെ വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷെ മാങ്ങ നല്ല അടിപൊളി സെറ്റ് സാധനമാണ്. 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതിൻ്റേതായിട്ടുള്ള വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു അത്. എന്താ മാങ്ങ കഴിച്ചിട്ടും തീരുന്നില്ല എന്നത്തെ അവസ്ഥയായിരുന്നു. രണ്ടാൾക്കാർ പാടത്തിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് നീങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് സെറ്റാക്കി നിർത്തി. എന്നിട്ട് ഇതാ വാ പോവാന്ന് പറഞ്ഞിട്ട് ആൾ നടക്കണം. ഇതാ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ച് അപ്പോൾ ഞങ്ങൾ ലേറ്റായി പോകാനും പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന നേരത്ത് ചെറുതായിട്ടൊന്ന് അപ്പുറത്ത് നിന്നിട്ട് ഒരു വ്യൂ എടുത്തതാണ് ഇത് കാണുന്നത്. നല്ല വൈബാണ് അവിടെ നിൽക്കുമ്പോൾ. വെച്ചാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അതിന് നല്ല തിരക്കുണ്ട്, സൺഡേ കാരണം നല്ല തിരക്കുണ്ട്. അവിടെ നമ്മൾ വണ്ടി എടുത്ത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വന്നിരിക്കുമ്പോൾ കഥ വേറൊന്നുമില്ല. ബ്രസീൽ ജയിച്ച്, അർജൻറ്റീന ജയിച്ച്, റൊണാൾഡോ ജയിച്ച്, ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിൽ മൂന്ന് ടീമാണ്. ഒരാൾ മെസ്സി ആണെങ്കിൽ ഒരാൾ നെയ്മർ, ഒരാൾ റൊണാൾഡോ. അപ്പോൾ ഓരോരുത്തരെ കളിയായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഇതാ വീണ്ടും ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. കോട്ടപ്പുറത്തെ കടയിൽ ചായ കുടിക്കാൻ നിർത്തി. നമ്മളൊരു സ്ഥിരം സ്പോട്ടാണ്, നല്ല അടിപൊളി കടികളാണ്. ആ